നൈജീരിയയിൽ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയ കാത്തലിക് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ 265 പേർ ഇപ്പോഴും അജ്ഞാത കേന്ദ്രത്തിലാണെന്ന് വാർത്ത വരുന്നു. തട്ടിക്കൊണ്ടുപോകൽ നാണക്കേടെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്. കുട്ടികളെ വിട്ടയക്കണമെന്ന് കുർബാനയ്ക്കിടെ മാർപ്പാപ്പയും പറഞ്ഞു. SKN ഈ നൈജീരിയയിലും ആഫ്രിക്കയിലും വാർത്തകൾ അധികം പറയുന്നില്ല എന്ന് പറയുന്നു. ഒരുപക്ഷെ അവിടെ നിന്നുള്ള വാർത്തകൾ പലതും വരുന്നത് വളരെ വൈകിയാണ്. കാരണം അവിടെ ഈ തരത്തിൽ വാർത്തകൾക്കൊരു സെൻസറിങ് പോലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതുപോലെ തന്നെ പലപ്പോഴും ഇതൊക്കെ പുറത്തു വരുന്നതിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നൈജീരിയയുടെ കാര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി വാർത്തകൾ വരുന്നത് അവിടുത്തെ ഈ നൈജീരിയയുടെ വടക്കൻ പ്രദേശമായി നൈജർ സംസ്ഥാനത്തെ ഒരു കാത്തലിക് സ്കൂളിൽ നിന്നാണ് 315 കുട്ടികളെയും 12 അധ്യാപകരടക്കം തട്ടിക്കൊണ്ടുപോയത്. അതിൽ 50 കുട്ടികൾ രക്ഷപ്പെട്ട് വീട്ടിലെത്തി. 265 പേർ അവരെ കാട്ടുപ്രദേശത്തുള്ള എവിടേക്കോ കൊണ്ടുപോയിരിക്കുകയാണ്. അജ്ഞാത കേന്ദ്രത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇത് നൈജീരിയൻ സർക്കാരിന് നാണക്കേടാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ട്രംപ് പറഞ്ഞത് അവിടെ വല്ലാത്ത പ്രശ്നമാണ്, ഞങ്ങൾക്കെതിരെ ആക്രമിക്കും, ക്രൈസ്തവരെ ആക്രമിക്കുകയും 100 കണക്കിന് പള്ളികൾ തകർക്കുന്നു, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഓടേണ്ടി വരുന്നു, ആയിരക്കണക്കിന് ക്രൈസ്തവർ കൊല്ലപ്പെട്ടു എന്നാണ് ട്രംപ് അന്ന് ആരോപണം ഉന്നയിച്ചത്. അന്ന് നൈജീരിയൻ പ്രസിഡന്റ് ടിനുബു പറഞ്ഞത് അത് സംബന്ധിച്ച് വലിയ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, ഒരു തരത്തിലും പ്രശ്നമുണ്ടാവില്ല. അപ്പോൾ ഈ തരത്തിൽ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. നാണക്കേടാണെന്ന് പറഞ്ഞ ട്രംപ് അവിടേക്ക് അമേരിക്കയും നൈജീരിയൻ സർക്കാരും ചേർന്ന് ഭീകര കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ തീരുമാനിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഭീകര കേന്ദ്രങ്ങളിൽ ഏറ്റവും ശക്തരായിട്ടുള്ള ബൊക്കോ ഹറാം എന്ന ഭീകര സംഘടനയാണ്. നേരത്തെ IS-ഉം അൽഖ്വയ്ദയൊക്കെ ആയിരുന്ന ഇറാഖിൽ നിന്നുള്ളവരാണ് ഇപ്പോൾ വെസ്റ്റേൺ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ എത്തി വലിയ രീതിയിൽ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഒരു 2014 എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട ക്രൈസ്തവരെയും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ 100 കണക്കിന് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവർ വളരെ കാലം വർഷങ്ങളോളം കേന്ദ്രത്തിൽ അവരെ താമസിപ്പിക്കുകയും പിന്നീട് അവരെ പലരെയും ഭാര്യമാരായിട്ട് സ്വീകരിക്കുകയും കുട്ടികളായിട്ട് അവർ പുറത്തു വരികയൊക്കെ ചെയ്ത അവസ്ഥ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയതാണ്. അവരുടെ ട്രോമ ഇപ്പോഴും മാറിയിട്ടില്ല. പല വീടുകളിലും പ്രത്യേകിച്ച് ഭീകരരുടെ കുട്ടികളാണ്. അങ്ങനെ ജീവിക്കുന്നതിനെക്കുറിച്ചുള്ള പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇവിടെ മാത്രമല്ല ക്യാമറൂണിലും ഈ പ്രശ്നമുണ്ട്. അതാണ് മാർപ്പാപ്പ ഈ തരത്തിൽ മാർപ്പാപ്പ ഈ മണിക്കൂറുകളിൽ വത്തിക്കാനിൽ നടത്തിയ കുർബാനയ്ക്കിടെ അവരെ വിട്ടയക്കണമെന്ന് നൈജീരിയയിലെ ഭീകര സംഘടനകളോട് ആവശ്യപ്പെട്ടതായും വാർത്ത വരുന്നു. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.